എല്ലാവർക്കും JNP ബെഡ്ഡീസിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ ബഡ്ഡീസിന്റെ ഓണക്കാല വിശേഷങ്ങളും ഓണക്കാല ഓർമ്മകളും നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാനാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ലൈക്ക്, കമന്റ്, ഷെയർ എല്ലാം ചെയ്യണം. അപ്പൊ നമുക്ക് നമ്മുടെ ഓണവിശേഷത്തിലോട്ട് പോവാം. മധുരമുള്ള ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിന്റെ കൂടെ കുറച്ച് മധുരത്തിന് ഒരു പായസമായാലോ? ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഇൻസ്റ്റന്റ് സേമിയ പായസം മിക്സ് യൂസ് ചെയ്തിട്ട് ഒരു സേമിയ പായസം ഉണ്ടാക്കാൻ പോവാണ്. ഒരു ചെറിയ മധുരം, അപ്പം മധുരമുള്ള ഓർമ്മകളുടെ കൂടെ ഒരു ചെറിയ മധുരം. ബഡി, ഗ്യാസ് സ്റ്റവ് ഒന്ന് കത്തിക്കാം. ഓക്കെ, ഇനി നമുക്ക് ബഡി പാലൊഴിച്ചോളൂ. പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് നമുക്ക് പായസം മിക്സ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഇപ്പം എന്ത് സുഖം അല്ലേ, ഓണത്തിനൊക്കെ റെഡിമെയ്ഡ് ഐറ്റംസ് ആണ്. ജസ്റ്റ് എന്തെങ്കിലും ചെറിയ കൈപ്പണികൾ ചെയ്യാനുള്ളൂ. ടേബിളിൽ ഫുഡ് റെഡി, വേഗം സമയ ലാഭം. ബഡി, പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ മുമ്പ് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പാലക്കാട് ഇങ്ങനെയാണ് ഇൻസ്റ്റന്റ് പാൽ മിക്സൊക്കെ യൂസ് ചെയ്തിട്ടാണോ, പായസം മിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണോ? പിന്നെ സാധാ പാലും പിന്നെ സേമിയൊക്കെ വാങ്ങി സെപ്പറേറ്റ് വാങ്ങി നമ്മൾ മിക്സ് ചെയ്തിട്ട് ഏതാ സ്പെഷ്യൽ പായസം വീട്ടിലുണ്ടാവുന്നത്? സ്പെഷ്യല് ഞങ്ങൾ പറഞ്ഞാല് സേമിയ പായസം തന്നെ എനിക്ക് അധികം ഓണത്തിനൊക്കെ ഉണ്ടാക്കുക. പക്ഷെ എൻ്റെ വീട്ടിലെ അമ്മയ്ക്കൊക്കെ ഇഷ്ടം ചെറുപയർ പായസമാണ്. എൻ്റെയും ഫേവറേറ്റ് സേമിയ പായസമാണ്. വീട്ടിൽ മുമ്പൊക്കെ ചെറുപയർ പായസത്തിൻ്റെ ഒരു ടൈം ഉണ്ടായിരുന്നു. എനിക്ക് ചെറുപയർ പായസം അത്ര ഇഷ്ടമല്ല. പക്ഷെ അച്ഛൻ, പാപ്പന്മാർ, ബഡ്ഡി ചെറുപയർ പായസത്തിൻ്റെ ആൾക്കാരാണ്. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ഞാൻ കുടിക്കും, പക്ഷേ എനിക്ക് ഇതാണ് ഇഷ്ടം. ഇത് പാലട സേമിയാണ് ഫേവറേറ്റ്. സേമിയ പാല് നല്ലപോലെ ഇളക്കി കൊടുക്കാൻ, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ച് പായസം കരിഞ്ഞ പായസമായി പോകും. അപ്പോൾ എങ്ങനെയായിരുന്നു സദ്യ? പണ്ടത്തെ സദ്യക്ക് എങ്ങനെയായിരുന്നു വീട്ടില്? ആക്ച്വലി ഞങ്ങള് 4 പേരും, ഞാനും ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാനും അച്ഛനും അമ്മയും അനിയത്തിയായിരുന്നു. അപ്പൊ ഞങ്ങള് സെപ്പറേറ്റ് വീട് വെച്ച് താമസിക്കുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. അപ്പൊ ഞങ്ങൾ ഓണം എല്ലാം ആഘോഷിക്കുക അച്ഛൻ്റെ വീട്ടിലാണ്. ഓണത്തിന്റെ സദ്യയൊക്കെ ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലാണ് കഴിക്കുക. അപ്പൊ ഉത്രാടാണ് ആക്ച്വലി ഞങ്ങൾ 4 പേരും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഉത്രാടാണ്. അച്ഛമ്മയും ഉള്ള സ്ഥലമാണ് തറവാട്. പക്ഷെ അത് തിരുവോണത്തിന്റെ അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ ആയിരിക്കും. പക്ഷെ ഉത്രാടത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കും. ഞങ്ങൾ 4 പേരും കൂടി സദ്യ കഴിക്കും. പിന്നെ തിരുവോണത്തിന്റെ അന്ന് ഞങ്ങള് അച്ഛൻ്റെ വീട്ടിൽ പോകും. അവിടെ അച്ഛൻ്റെ ഫാമിലി, അച്ഛൻ്റെ അമ്മ, അച്ഛൻ, പിന്നെ അച്ഛൻ്റെ അനിയൻ, അനിയത്തി, അവരുടെ ഫാമിലി എല്ലാവരും. ബഡ്ഡിയുടെ ഓണത്തിന്റെ ഓർമ്മകൾ എങ്ങനെയായിരുന്നു പണ്ട്? എൻ്റെ ഓണത്തിന്റെ ഓർമ്മ പറയുമ്പോൾ അടിപൊളിയാണ്. അടിപൊളി എന്ന് മീൻസ് ഞങ്ങളെ ഓണം എന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങൾ തറവാട്ടിലേക്ക് പോകും. ഞാൻ ജനിച്ചു വളർന്നൊക്കെ ഞങ്ങളുടെ തറവാട്ടിലാണ്. അപ്പോൾ ഞങ്ങളുടെ തറവാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാനും ഞങ്ങളുടെ ഫാമിലി, ഞാൻ, അച്ഛൻ, അമ്മ, ചേച്ചി, ബാപ്പൻ, അവിടെ 2 മക്കൾ, അനിയത്തിയും അനിയനും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു താമസം. അപ്പോൾ പൂ പറിക്കാൻ പോകുന്നത് കൊണ്ട് മനോഹരമായ ഓർമ്മകളാണ്. പൂ പറിക്കുന്നതാണ് ഓണത്തിലെ ഏറ്റവും സ്പെഷ്യൽ. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സദ്യയെക്കാളും മുകളിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പൂ പറിക്കാൻ പോകുന്നത്. അത് അനിയനും അനിയത്തിയും ചേച്ചിയും ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പോക്കുണ്ട്. അനിയത്തി കുറച്ചും കൂടി കഴിഞ്ഞാൽ വന്നത്. ഞാനും ചേച്ചിയും ആദ്യം, പിന്നെ അനിയൻ വന്നു. മിഥുന്ന പേര് ഞങ്ങൾ മിഥുന്ന് വിളിക്കും. പിന്നെ ഞങ്ങളുടെ മഞ്ജൂട്ടി വന്നു. അപ്പോൾ മഞ്ജൂട്ടി കൂടി വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പൂ പറിക്കാൻ പോകും. അപ്പം നല്ല രസമാണ് പൂ പറിക്കാൻ. പൂക്കോട്ടൊക്കെ കെട്ടിയിട്ട് അമ്മ പൂക്കുട്ട ഇടുന്നത്. അത് ഓരോ വലുപ്പമുള്ള പൂക്കുട്ടകൾ, വലിയ വലിയ പൂടാൻ വലിയ പൂക്കുട്ട, ചെറിയ ചെറിയ പൂടാൻ ചെറിയ പൂക്കുട്ട, അങ്ങനെ പലതരം പൂക്കുട്ടകളൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് പൂ പറിക്കാൻ പോകും. എന്നിട്ട് മലകളും കുന്നുകളൊക്കെ ചാടി കയറി വീണ് പൂവൊക്കെ പറിച്ചു കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾ പൂവിടും. വളരെ മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് പൂക്കളം അല്ലെങ്കിൽ പൂവിടുന്നത്. ഭയങ്കര രസമായിരുന്നു. ബഡിക്ക് ഓണക്കോടികളൊക്കെ കിട്ടിയിട്ടുണ്ട് ചെറുപ്പത്തിൽ? ഓണക്കോടികൾ ഒരുപാട്. അതായത് എന്റെ അച്ഛൻ എന്തായാലും ഞങ്ങൾക്ക് ഓണക്കോടി എടുത്ത് തരുമല്ലോ. അപ്പൊ ഞങ്ങള് 4 പേരും ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ ഓണത്തിനും
ഞങ്ങൾ 4 പേരും കൂടി പോയി എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കും. അതൊരു വല്ലാത്ത നൊസ്റ്റാൾജിയ. എനിക്കത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്കെന്തോ അത് ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. പക്ഷെ ഞങ്ങൾ 4 പേര് മാത്രം ഒറ്റയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇത് ഉണ്ടാവില്ലല്ലോ. അത് അപ്പൊ ഞാനും അനിയത്തി അമ്മയും അച്ഛനും കൂടി പോയി വാങ്ങി തിരിച്ചു വരുന്നത്, തിരിച്ചു വന്ന അപ്പൊ തന്നെ ആ ഡ്രസ്സൊക്കെ ഞങ്ങളൊന്ന് ഇട്ട് നോക്കും എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അല്ല ഈ ഓണക്കോടി അച്ഛൻ വാങ്ങി തന്നു, പിന്നെ ജോലിയെല്ലാം കിട്ടിയില്ലേ, അപ്പൊ ഓണക്കോടി തിരിച്ചു വാങ്ങിക്കൊടുത്തു. എന്റെ ഫസ്റ്റ് സാലറിയിൽ ഞാൻ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓണത്തിന് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഓണത്തിനും അച്ഛമ്മയ്ക്കും അച്ഛനും അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബഡ്ഡി എങ്ങനെയാ ഓണക്കോടി എടുത്തു കൊടുത്തിട്ടില്ലേ വീട്ടിലൊക്കെ എല്ലാവർക്കും? പിന്നെ മുന്നേ എങ്ങനെ നിങ്ങൾ ഓണക്കോടിയൊക്കെ എടുത്തിരുന്നേ? എനിക്ക് ഓണക്കോടികളൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ടായിരുന്നു. എനിക്കും ചേച്ചിക്കും അച്ഛൻ ഓണക്കോടി എടുത്തരും. ഞങ്ങൾ ഓണക്കോടി കൊടുത്ത് ഇങ്ങനെ ഞങ്ങൾ പൂവിടുന്നത്, തിരുവോണത്തിന് പൂവിടുന്നത് ഓണക്കോടി കൊടുത്തിട്ടാണ്. രാവിലെ തന്നെ പൂ പറിച്ചു കൊണ്ടുവന്നിട്ടാണ് കുളി കേട്ടോ. രാവിലെ പൂ പറിച്ചു കൊണ്ടുവന്ന് കുളിച്ച് ഓണക്കോടി ഇട്ടിട്ടാണ് പൂവിടുക. അങ്ങനെ പൂവിട്ട് പിന്നെ അങ്ങോട്ട് ഓണാഘോഷമല്ലേ ഫുള്ള് സദ്യയൊക്കെ ആയിട്ട്. ഓണക്കോടിയൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണക്കോടി എടുത്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ അധികം എനിക്കിങ്ങനെ എടുത്ത് കൊടുക്കാനൊന്നും പറ്റില്ല, ഗൾഫിലായതുകൊണ്ട് അങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ സമയമാകുമ്പോൾ നമ്മൾ ക്യാഷ് അയക്കും, എല്ലാവരോടും ഓണക്കോടിയൊക്കെ എടുക്കണം എന്ന് പറയും. അപ്പം ഓണക്കോടി കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യത്തിന് കൊടുത്തിട്ടുമുണ്ട്. അപ്പം ബഡ്ഡി പാൽ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്, നമുക്ക് പായസം മിക്സ് ആഡ് ചെയ്യാം. സേമിയ പായസം മിക്സ് ആകുമ്പോൾ ഇതിലേക്ക് ഇട്ടോളൂ, അങ്ങനെ ഇട്ടോളൂ. ബഡ്ഡി അപ്പം പായസം മിക്സ് ചേർത്തു. ഇനി നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ അല്ലേ, അതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൾഫിലായിരുന്നില്ലേ കുറച്ചു കാലം ബഡ്ഡി, അപ്പൊ അവിടുത്തെ ഓണം എങ്ങനെയായിരുന്നു? അവിടെയൊക്കെ കുറെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ ഓണത്തിന്? പിന്നെ ഗൾഫിൽ ഞാൻ ഒരു 9 വർഷത്തോളം ഗൾഫിലായിരുന്നു. അപ്പം ഗൾഫിലെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയാറില്ലേ, നാട്ടിലെ ഓണത്തിനേക്കാളും മനോഹരമായിട്ട് ഓണം ആഘോഷിക്കുന്നത് പ്രവാസികളാണ്. അത് വേറെ ഒന്നുകൊണ്ടല്ല, അവിടെ ഒരു മാസം മുമ്പേ, ഓണത്തിന് ഒരു മാസം മുമ്പേ തന്നെ ഓണാഘോഷം തുടങ്ങും. അതായത് ഓരോ ക്ലബ്ബുകൾ, ഓരോ അസോസിയേഷൻസുകൾ, ഇവരൊക്കെ വെള്ളിയാഴ്ചയാണല്ലോ അവിടെ ലീവ്. അപ്പോൾ ഓരോ വെള്ളിയാഴ്ച അവർ ഓരോ പരിപാടികൾ വെക്കും. അപ്പം ഓരോ വെള്ളിയാഴ്ച നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഇങ്ങനെ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടാവും. എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അത്രയൊന്നും ഓണാഘോഷങ്ങൾ പങ്കെടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. എങ്കിലും ഈ ഓണം എന്ന് പറയുന്നത് നമ്മൾ എവിടെ പോയാലും ഒരു ഓണത്തിൻ്റെ ഫീലാണ്. ഇപ്പോൾ മോളുകൾ പോവുകയാണെങ്കിലും, ഏതെങ്കിലും കടയിൽ പോവുകയാണെങ്കിലും, ഇപ്പോൾ ഏതെങ്കിലും ഫ്ലാറ്റ് നമ്മൾ ഫ്ലാറ്റിന് മുൻകൂടി പോകുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മളെ നാട്ടിലൊരു ഓർമ്മ തരുന്നൊരു സംഭവം തന്നെയാണ് ഗൾഫിൽ ഓണം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടാണ് അവിടെ ഓണാഘോഷിക്കുക, ഓണസദ്യ, ഓണക്കളികൾ, ഓരോരോ എല്ലാം ഉള്ള ഒരു ഓണമാണ് ഗൾഫിൽ ഓണം. വളരെ മനോഹരമായിട്ടുള്ള ഓണമാണ്. ബഡ്ഡി അവിടെ നിന്ന് ഓണസദ്യ കഴിച്ചിട്ടുണ്ടോ ഗൾഫിലത്തെ? ഗൾഫിലെ ഓണസദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ചുരുക്കമായിട്ട് ഓണസദ്യ കഴിച്ചിട്ടുള്ളൂ. ഒരു 9 വർഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 വർഷമൊക്കെ ഞാൻ കഴിച്ചു കാണും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നാമത് സ്ഥലത്തുണ്ടാവില്ല, നമ്മളിപ്പം അങ്ങനെ റൂമിലെല്ലാ സദ്യ ഒരുക്കാനുള്ളൊരു സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് റെസ്റ്റോറൻറ്റുകളിലൊക്കെ ബുക്ക് ചെയ്തിട്ടും, പിന്നെ ഒരു വട്ടം നമ്മൾ കമ്പനിയിൽ സ്റ്റാഫുകൾ ഒരു ഓണസദ്യ ഉണ്ടാക്കി, അങ്ങനെ ഓണം സദ്യ കഴിച്ചൊരു ഓർമ്മ. പിന്നെ നമ്മൾ ഒരു ദിവസത്തെ ഒരു രസകരമായ ഓണം സദ്യയുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അവിടെ 2 ദിവസം 3 ദിവസം മുമ്പൊക്കെ റെസ്റ്റോറൻറ്റുകളിൽ ബുക്ക് ചെയ്യണം, സദ്യ ബുക്ക് ചെയ്യണം. അപ്പോൾ പലപ്പോഴും ഞാനത് ചെയ്യാറില്ല, കാരണം അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്നില്ല. ആ സമയത്ത് കറക്റ്റ് ഓണസദ്യ കഴിക്കാൻ അവിടെ ഉണ്ടാവില്ല. കാരണം എനിക്ക് പേടിയാണ്, ഞാൻ ബുക്ക് ചെയ്യില്ല. യാദൃശ്ചികമായിട്ട് 1-2 വട്ടം എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് കറക്റ്റ് സമയത്ത് പോയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓണസദ്യ കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞാൻ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, തലേ ദിവസം ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ജിതിനെ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ ഓണസദ്യ എന്തായാലും കിട്ടും, നമുക്ക് അവിടെ തന്നെ പോയി കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നമുക്ക് അവിടെ പോയി കഴിക്കാൻ, എന്നാലും ബുക്കൊന്നും ചെയ്യണ്ടല്ലോ. അവൻ തന്ന കോൺഫിഡൻസിൻ്റെ പുറത്ത് ഞാൻ ബുക്കൊന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ ആ സമയത്ത് അങ്ങോട്ട് പോയി. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഫുൾ ആൾക്കാരാണ്, അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പാഴ്സൽ ചോദിച്ചു, പാഴ്സൽ തീർന്നെന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് കഴിക്കാൻ ഈ സാധനവും ഇല്ല, എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. പെട്ടില്ല, ഇവൻ്റെ വാക്ക് കേട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ അന്ന് ആ മാർക്കറ്റ്, ആ ഏരിയ മൊത്തം കുറച്ച് ദൂരം കാറെടുത്ത് മൊത്തം കറങ്ങി. എവിടെ ഓണസദ്യ ഇല്ല. എനിക്ക് തോന്നുന്നു 4 മണി വരെ ഞങ്ങൾ ഓണസദ്യ തിരഞ്ഞെടുത്തു, കിട്ടിയില്ല. അവസാനം ഞങ്ങൾ നല്ല മട്ടൻ മന്തി കഴിച്ചിട്ട് അങ്ങ് ആഘോഷിച്ചോണം. വേറെ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മട്ടൻ മന്തി ഞങ്ങളുടെ ഓണസദ്യ കൊണ്ട് ഒരുങ്ങി. ബഡ്ഡിയും കുറേ കാലം പുറത്തൊക്കെ അല്ലായിരുന്നു. ഇപ്പോൾ ഒരു 6-7 വർഷത്തിൻ്റെ അടുത്തായി ബാംഗ്ലൂരിലാണ് അല്ലേ? ചെന്നൈയിൽ ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഓണത്തിൻ്റെ ഓണസദ്യയൊക്കെ അവിടെ കിട്ടുമായിരുന്നോ?
ഓണസദ്യ ഈ പറഞ്ഞ പോലെ തന്നെ ഹോട്ടൽ മീൻസ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉണ്ടാവും, ഇതേപോലെ ബുക്ക് ചെയ്യണം മുന്നേ. അപ്പോൾ അധികവും എനിക്ക് ലീവ് കിട്ടാറില്ല. ഓണത്തിന് വീട്ടിൽ വരണം എന്നാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ്. പക്ഷേ ജോലിയാണ് അറിയാലോ, ലീവൊന്നും കിട്ടാറില്ല. പിന്നെ മലയാളികൾ കൂടുതലുള്ളതുകൊണ്ട് ലീവ് അങ്ങനെ ചാൻസ് കുറവാണ്. അപ്പോൾ ഒരു വട്ടം ഇതുപോലെ തന്നെ ഞങ്ങളും എൻ്റെ ഫ്രണ്ട്സ്, ഞാനും എൻ്റെ 2-3 മലയാളി ഫ്രണ്ട്സ് കൂടിയിട്ട് ഇതേപോലെ സദ്യ കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പം ഞങ്ങൾ ഇതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തിരഞ്ഞു നടന്നു. ഉച്ചയ്ക്ക് ഒരു 2-2:30 വരെയൊക്കെ ഞങ്ങൾ മാക്സിമം തിരഞ്ഞു നടന്നു. പിന്നെ അവസാനം റെസ്റ്റോറൻറ്റിൽ കയറി, അവിടെയും സദ്യ അവിടെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ഞങ്ങളിങ്ങനെ എന്താ പറയാ, അറിയാലോ, ആ ഒരു അത്രയും വിശപ്പും കൊതി മൂത്ത് അവരൊക്കെ കഴിക്കുന്നത് കണ്ടിരുന്ന് ലാസ്റ്റ് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഓണസദ്യയൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ അവിടുന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചു. എനിക്ക് മട്ടൻ മന്തി, ബഡ്ഡിക്ക് ചിക്കൻ ബിരിയാണി. അപ്പോൾ പലരും ഞങ്ങളെപ്പോലെ തന്നെയായിരിക്കും ജോലി പുറത്ത്, കേരളം വിട്ട് പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ പല ആൾക്കാരും ഞങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും. ഇങ്ങനെ പല അനുഭവങ്ങളായിരിക്കും എല്ലാവർക്കും. എങ്കിലും ഓണം എന്ന് പറയുന്നത് മനസ്സിൽ എന്നൊരു മധുരമുള്ള ഓർമ്മയാണ്, സദ്യയെപ്പോലെ രുചിയുള്ളൊരു ഓർമ്മയാണ്. അതുകൊണ്ട് എല്ലാവരും എല്ലാ വട്ടവും എല്ലാവർക്കും സദ്യ എല്ലാം കിട്ടട്ടെ, പൂക്കളം ഒരുക്കാൻ പറ്റട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. ബഡ്ഡി, അപ്പോൾ എങ്ങനെയായിരുന്നു, കല്യാണത്തിന് മുമ്പുള്ള ഓണാണോ കല്യാണത്തിന് ശേഷമുള്ള ഓണാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് പറയണം. അതിന് ബഡ്ഡി ഞാനായിട്ടുള്ള ആദ്യത്തെ ഒരുമിച്ചുള്ള ഓണല്ലേ ഇത്? ഓഹോ, അങ്ങനെ സംഭവം ഉണ്ടല്ലോ അല്ലേ. ഞങ്ങളുടെ ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള ഓണാണ്. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം ആയതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഗൾഫിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഓണം കൂടാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ആദ്യ ഓണം. അപ്പൊ ബഡ്ഡി, നമ്മുടെ ഈ ഓണം എന്ന് പറയുന്നത്, ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓണല്ലേ? വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓണം അല്ലേ. എന്തുകൊണ്ടാ? ഞങ്ങളുടെ ലൈഫിലേക്ക് ഞങ്ങളുടെ അതിഥി കുട്ടി, ഞങ്ങളുടെ മോളുടെ പേര് അതിഥി എന്നാണ്. അപ്പോൾ ഞങ്ങൾ ആദു എന്ന് വിളിക്കും. ഞങ്ങളുടെ ആദുമോള് വന്ന വർഷമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഓണം ഏറ്റവും സ്പെഷ്യലാണ്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓണാണ്. അപ്പോൾ അവൾക്ക് ഏറ്റവും നല്ലൊരു ഓണത്തിന്റെ ഓർമ്മ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എയിം. അതെ, അത് ഓർമ്മ നിൽക്കാനുള്ള പ്രായം 6 മാസം ആയതേ ഉള്ളൂ. എങ്കിലും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കണം എന്ന് തന്നെ ഉണ്ട്. കോവിഡ് കാലമാണ്, കൊറോണ കാലമാണ്. അതുകൊണ്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആദുമോളുടെ ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, അപ്പോൾ ആദുമോൾ ഓണം ആഘോഷിക്കാൻ റെഡിയാണ്. അപ്പോൾ ഞാനും ബഡ്ഡിയുടെ ഒരുമിച്ചുള്ള ആദ്യ ഓണം ആഘോഷിക്കാൻ പോവാണ്. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടുള്ള ആദ്യ ഓണം ആഘോഷിക്കാൻ പോവാണ്. ആദ്യ ഓണം ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി. അപ്പോൾ ബഡ്ഡി, പായസം ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. എങ്ങനെയുണ്ട്? അപ്പോൾ മിക്സാണ്, പായസം മിക്സാണ്, ഇൻസ്റ്റന്റ് പായസം മിക്സാണ്. നോർമൽ നമ്മുടെ സേമിയ പായസം, നല്ല പായസം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ, ഞങ്ങളുടെ JNP ബഡ്ഡീസ് എൻ്റർടൈൻമെൻറ്റ് അൺലിമിറ്റഡ് ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയും ഓണവിശേഷങ്ങളുമായി പുതിയ എപ്പിസോഡ്സുമായി ഞങ്ങൾ JNP ബഡ്ഡീസ് വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.